ആലപ്പുഴയിൽ നെല്ലെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ കർഷകർക്ക് ആശങ്കയായി വേനൽ മഴ. കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാതെ വന്നതോടെ സംഭരണത്തിനായി വലിയ തുക ചെലവാക്കേണ്ട ഗതികേടിലാണ് കർഷകർ. കരയ്ക്കെത്തിച്ച നെല്ല് മഴ നനയാതെ മിത്രക്കരി പള്ളിയുടെ പാരിഷ് ഹാളിലും സമീപ പ്രദേശങ്ങളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ കനക്കുകയും മില്ലുകാർ നിലപാട് കടുപ്പിക്കുകയും ചെയ്താൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ടോപ് 10 സ്പെഷ്യൽ. മിത്രക്കരി പള്ളിക്കടവ് ളായിക്കരി പാടശേഖരത്തിൽ കൊയ്ത്തു കഴിഞ്ഞിട്ട് 14 ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെ നെല്ലെടുക്കാൻ മില്ലുകാർ വന്നിട്ടില്ല. കൊയ്തെടുത്ത നെല്ല് മുഴുവൻ പള്ളിയുടെ വലിയ ഹാളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചില കർഷകർ പാടശേഖരത്തിൽ തന്നെ നെല്ലുകൾ സൂക്ഷിക്കുന്നു. വേനൽ മഴ എത്തിയതോടെ നെല്ല് ഉണക്കി സൂക്ഷിക്കാൻ കഷ്ടപ്പെടുകയാണ് കർഷകർ. സാമ്പിൾ പരിശോധനയ്ക്കായി 2 തവണ മില്ലുകാർ കൊണ്ടുപോയെങ്കിലും നെല്ലെടുപ്പ് മാത്രം തുടങ്ങിയില്ല. ഇത് ഞങ്ങൾ കൊടുത്താൽ ഇനി ഞങ്ങൾക്ക് ഇത് എന്നാ കിട്ടും? ഒന്നും കിട്ടത്തില്ല. ഞങ്ങൾ അതുപോലെ വയ്യാണ്ടിലത്തെ ഈ പ്രകൃതി അനുസരിച്ച് ഇനി കൃഷി ചെയ്യണമെന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതേ രീതിയിൽ പോയാൽ കുട്ടനാട്ടിൽ കൃഷി ഇല്ലാതെ വരും. അത് അടുത്ത കൊല്ലം ഇതിൻ്റെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കൃഷിയിൽ നിന്ന് കുട്ടനാട് മൊത്തം ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് വരും. കൃഷിയില്ലാതെ ഞങ്ങൾ വേറെ എന്ത് പണിക്ക് പോകാനാണ്? ഒരു പണിയില്ല. ഇതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോവുകയാണ്. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഇപ്പോൾ ബാങ്കിൽ അടച്ച പണയം വെച്ചിരിക്കുന്നത് പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ 4-5 മാസം ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതാണ് കണ്ണീരാണ് അവസാനം. ജില്ലയിൽ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് 49% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. തുടക്കം മുതലേ സംഭരണത്തിന്റെ പേരിൽ കർഷകർ ദുരിതത്തിലാണ്. ഇതിന് പിന്നാലെയാണ് മില്ലുടമകളുടെ പിടിവാശിയും. കൊയ്ത്തു കഴിഞ്ഞ നെല്ല് കരക്കെത്തിച്ച ശേഷവും മഴ നനയാതെ കാക്കേണ്ട ശ്രമകരമായ ജോലിയാണ് ഇന്ന് കർഷകർക്കുള്ളത്. നെല്ല് സംഭരണത്തിനായി ഇപ്പോൾ തന്നെ വലിയ തുക മുടക്കിയിട്ടുണ്ട് എന്നാണ് കർഷകർ പറയുന്നത്. അതിനാൽ തന്നെ കിഴിവുകൂടി കഴിഞ്ഞ് മില്ലുകാർ നെല്ലെടുത്താലും നഷ്ടം മാത്രമായിരിക്കും ബാക്കി. ഈ നില തുടർന്നാൽ വരും വർഷങ്ങളിൽ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികളിലാണ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. കർഷകർ വലിയ ദുരിതത്തിലാണ്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. മില്ലുകാരെല്ലാവരും കൂടി എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, ഇതോ ഇനി ഓഫീസേഴ്സ് ആണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ നെല്ലെടുക്കുന്നില്ല. ഇപ്പം പള്ളിക്ക് ഇവിടെ ഹാളുള്ളതുകൊണ്ട് പള്ളിയുടെ നിലത്തിലെ നെല്ല് മുഴുവൻ അവർ ആളിനെ നിർത്തി ഹാളിലേക്ക് തണ്ടിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവർ നിർത്തി. ബാക്കിയുള്ളവരെല്ലാം 2 ദിവസം വെയിലത്തിട്ട് ഇവരുമെല്ലാം വെയിലത്തിട്ട് ഉണക്കിയാൽ ഇങ്ങോട്ട് കയറ്റിയത്. ഇനി ഉണങ്ങും തോറേന് ബതിലടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെയായിട്ട് ചെയ്താൽ, പക്ഷേ ഇത് എന്തെങ്കിലും ഒരു വിവരം പറയണ്ടേ? ഒന്നും ഇത് ഇതുവരെ വാശിയോ അല്ലെങ്കിൽ എടുക്കുന്ന കാര്യമോ ഒന്നും ഇവിടെ വന്ന് പറയുകയും ചെയ്തിട്ടില്ല. ഈ കിടക്കുന്ന നെല്ല് ഒരു 10-20,000 രൂപ മുടക്കാണ് ഇപ്പോൾ തന്നെ. ഈ നെല്ല് ആളെ നിർത്തി ഇത് ഉണക്കി ഈ പാരിശാല കയറ്റിയിട്ടിരിക്കുന്നത്. ഇനിയും കിടക്കുകയാണ് നെല്ല് അവിടെ. മറ്റ് കൃഷിക്കാരുടെ ഒരു 6-7 കൃഷിക്കാരുടെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ 3-4 ദിവസം മുമ്പ് ഐ ഡി ഓഫീസിൽ ചെന്ന് അവിടെ കുത്തിയിരുന്ന് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകുന്നുള്ളതെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു നമ്പർ എനിക്ക് തന്നു. ആ നമ്പർ വിളിച്ചു. ടോണി അല്ലേ, ആ നമ്പർ ഞാൻ വിളിച്ചു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ പറയും നാളെ വരാമെന്ന് പറയും. ഇങ്ങനെ ഞങ്ങൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞു ഇത്ര 14 ദിവസം. ഇത് നേരത്തെ ഏതെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും വേറെ വഴി നോക്കിയാൽ. നമുക്ക് ഇത് വേണ്ടത് തന്നെ, അടിയന്തരമായിട്ട് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ നെല്ലെടുത്ത് ഈ കൃഷിക്കാരൻ്റെ ഈ നെല്ല് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി അത് വേണ്ട നടപടി സ്വീകരിക്കുക. പിന്നെ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ പാടശേഖരങ്ങളൊന്നും കൃഷി എടുക്കാതെ വരും. കൃഷി എടുക്കാൻ ഞങ്ങൾ കൃഷി എടുക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 14 ദിവസം മുമ്പേ കൊയ്ത്ത് കഴിഞ്ഞ് ഇത് കണ്ടത്തിൽ കിടക്കുമായിരുന്നത്. മഴ പെയ്തപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് കരയ്ക്ക് കയറ്റി അതിന് കൂലിച്ചെലവ്. പിന്നെ അത് 2 ദിവസം കഴിഞ്ഞത് അടിയിൽ നിന്ന് വെള്ളം ഈർപ്പടിച്ച് അതിൽ 2-3 പ്രാവശ്യം ഇത് ഞങ്ങൾ ഇത് ഉണക്കിയെടുത്തിട്ട് ഇതുകൊണ്ട് എന്ത് ലാഭം കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അജയ്നാഥ് ചേരുകയാണ്. അജയ്, കുട്ടനാട്ടിലെ നെൽകർഷകർ വലിയ ദുരിതത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. നിരവധി വിഷയങ്ങൾ മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒന്നും പരിഹാരമാകുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? തീർച്ചയായും കുട്ടനാട്ടിലെ നെൽകർഷകരെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഇക്കുറി അവർ നേരിട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉപ്പുവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മുൻകാലങ്ങളിലെല്ലാം ഉപ്പുവെള്ളത്തിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ പോലും ഇത്തവണ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് വലിയ തോതിൽ കാണപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് കൃഷിയെ സാരമായ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ മില്ലുകാരുടെ ഭാഗത്തു നിന്നൊരു നിലപാടുണ്ടാകുന്നത്. അതായത് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കുവാൻ മില്ലുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ മിത്രക്കരി ളായിക്കര പാടശേഖരത്ത് ഏതാണ്ട് 15 ദിവസമായി ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ നെല്ല് ഇത്തരത്തിൽ
സംരക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അത് സംഭരിച്ച് സൂക്ഷിക്കാൻ നെൽകർഷകരാകെ തന്നെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് 15 ദിവസത്തോളമായത് കൃത്യമായി ഉണക്കി സൂക്ഷിക്കുന്നത് ഉൾപ്പെടെ വലിയൊരു ഭീമമായ തുക ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. നെൽകൃഷി ഇത്തരത്തിലേക്കൊരു നിലപാട് പാടി ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മൂലം ഇവർക്ക് വരും വർഷങ്ങളിൽ ഈ നെൽകൃഷി പോലും നടത്തുവാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് ഇവർ പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനാൽ തന്നെ ഒരു കൃത്യമായൊരു ഏകോപനം, കൃത്യമായൊരു ഇടപെടൽ പാടി ഓഫീസിൽ നിന്നുൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. അത്തരത്തിലൊരു നിലപാട്, അത്തരത്തിലൊരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി കൊയ്ത്ത് കഴിഞ്ഞ നെല്ലുകൾ സമയബന്ധിതമായി മില്ലുകാർക്ക് നൽകുകയും അത്തരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ നെല്ലുകൾ കെട്ടിക്കിടക്കാതെ കൃത്യമായി വിറ്റഴിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും അജയ്, എന്തായാലും കർഷകരുടെ ഈ ഒരു ഗതികേട്, ഈ ഒരു ബുദ്ധിമുട്ട് അധികൃതർ കാണണം എന്ന് തന്നെയാണ് ടോപ് 10 പറയാനുള്ളത്.